ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത് എൻ്റെ ഒരു മോമി ലൈഫാണ്. അതായത് ഞാനും ഐബും തമ്മിൽ ഒരു മോമായിട്ട് എങ്ങനെയെന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് ഫീഡിങ് എപ്പോഴാണ് നിർത്തിയത്, അതുപോലെ തന്നെ അവന് ഫീഡിങ് നിർത്തിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അവന് ഡയപ്പർ ചേഞ്ച് ചെയ്ത കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ അതൊക്കെ ഈ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കതൊക്കെ പറഞ്ഞ് തുടങ്ങാനാട്ടി മുമ്പ് തന്നെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. ഞാനിങ്ങനെ ഒരിക്കൽ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടതാട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നിങ്ങനെ ദോശ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിന് മേലെ ചെയ്തെടുക്കാണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് അത് വേഗം ഇതായി പോവില്ലേ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. മുട്ട എന്നിട്ട് ഫുള്ളായിട്ട് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്പ്രെഡ് കറക്റ്റ് ആവുമോ, മുട്ട വേവാത്ത പോലെ ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളെ ഇതിനനുസരിച്ച് ടോപ്പിങ് ഞാൻ കുറച്ച് മുളക് പൊടി ഇടേണ്ട എരിവിന്, പിന്നെ കുറച്ച് കുനുകുനാഞ്ഞരിഞ്ഞ ഓനിയൻസ് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഓപ്ഷണൽ, ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം ഓപ്ഷണലാട്ടോ. അതായത് ഇവിടെ ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ, കായം പറ്റിച്ച ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് പൊരിച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട മാത്രമായാലും നിങ്ങളെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കനും കൂടി ആകുമ്പോൾ ഒരു ചിക്കാർക്ക് ഇഷ്ടമില്ല, ചിക്കൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതാക്കിയതാണ്. പിന്നെ ഞാൻ നെയ്യ് ഇട്ടിച്ച് കൊടുത്തിട്ടാണ്. അപ്പം നെയ്യ് പിന്നെ നമുക്ക് ഉള്ളതനുസരിച്ചിട്ട് എങ്ങനത്തെ എത്രത്തോളം നെയ്യ് നിങ്ങൾക്ക് വേണമെന്നനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്കറിയാമല്ലോ, അതാകുമ്പോൾ നമ്മൾ അത് എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അപ്പുറത്ത് നല്ലൊരു ചായ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ചൂട് ചായ മസ്റ്റാണ്, എപ്പോഴും പറയാറുണ്ടല്ലോ. ഞാൻ നല്ലപോലെ ചൂടിൽ തന്നെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കധികം മുരിഞ്ഞ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എനിക്കുള്ള ഒരു പാകമായപ്പോൾ ഞാൻ അങ്ങോട്ട് എടുക്കുക ചെയ്തിട്ടാണ്. അപ്പം നിങ്ങളനുസരിച്ചിട്ട് അങ്ങനെ എടുക്കാം. സിമ്പിളാട്ടോ ഇത്. അപ്പോൾ ഞാനങ്ങനെ ദോശയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു ഫുഡ് കേട്ടാ. പക്ഷെ ഷാമിയാക്കൊക്കെ ഇതൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ ഷാമിയാക്ക് ഇല്ലാത്ത സമയത്ത് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാ കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കറിയില്ല, അപ്പോൾ കറി ഉണ്ടാക്കാൻ മടി. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ കണ്ടല്ലേ വിചാരിച്ച് ഉണ്ടാക്കി നോക്ക്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അടിപൊളി ടേസ്റ്റ്. എപ്പോഴും തിന്നാൻ അടിപൊളി എന്നൊന്നും ഞാൻ പറയില്ല. നമുക്കിങ്ങനെ വൺസ് ഇൻ എ വൈൽ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും, അത്ര മോശമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഫുഡ് കേട്ടോ. പിന്നെ ഷാമിയാക്കൊക്കെ പറയും, ഷാമിയൊക്കെ പറഞ്ഞാൽ ഇല്ലാത്ത തന്നെ ഷാമിയാക്കൊക്കെ ഇങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് പിടിക്കില്ല. അപ്പോൾ അങ്ങനെ മോർണിംഗ് ഒരു 9:30 10 ആകുമ്പോൾ ഐബ് എണിക്കൂട്ടെ എന്നും. അപ്പോൾ ഇന്നിപ്പോൾ അത് ഐബ് എണിച്ചിട്ട് ഞാൻ അവനെ ചില സമയത്ത് അവൻ ഇങ്ങനെ വിളിക്കും, മമ്മ വായോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനങ്ങനെ പോയിട്ട് അവനെ എടുത്തുകൊണ്ടിട്ട് ചില സമയത്ത് അവൻ നല്ല ഉറക്കം തെളിഞ്ഞെണിച്ചെങ്കിൽ അവൻ അങ്ങനെ എണിച്ചിങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. ഇന്നലെ നൈറ്റ് അവനൊന്ന് തോക്കോടിന് എറിഞ്ഞിട്ട് ചെറിയ മുറിയൊക്കെ ആയി, ചോരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുസൃതികളൊക്കെ അവനക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ടൈമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ നല്ല ഇങ്ങനെ ഇന്നൊട്ടി നല്ല സ്നേഹം അവനക്ക് എണീറ്റ ടൈമല്ലേ. അപ്പോൾ ഞാനിതുപോലെ എന്ത് പണിയുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അവനക്ക് വേണ്ടിയിട്ട് ഈ ടൈം മാറ്റി വെക്കൂടെ. നല്ലപോലെ അവനായിട്ട് കൊഞ്ചിച്ച് പാമ്പർ ചെയ്ത് അങ്ങനെ ഫുൾ കുടിക്കൂലേ. എൻ്റെ ഒരു സോക്സ് എവിടെ? ആരൂരി എന്തിന് കുടിക്കണട്ടെ? നല്ല കുട്ടിയായിട്ട് രാവിലെ തന്നെ ജ്യൂസ് കുടിക്കാൻ പാടില്ല. എന്ത് രാവിലെ എന്നെ പണി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവനക്ക് ഇങ്ങനെ ഉണ്ട്, ഇവൻ വെള്ളം കാര്യങ്ങളൊക്കെ കുറച്ച് കുടിച്ച് ബാക്കി ഇങ്ങോട്ട് കമിഴ്ത്തി കളയുക, അങ്ങനത്തെ സ്വഭാവം. ഞാൻ എൻ്റെ കയ്യിൽ വേറൊരു സംഭവം കൂടി ഉള്ളതൊക്കെ പിടിക്കാൻ പറ്റില്ല, അങ്ങനെ കമിഴ്ത്തി കളഞ്ഞേക്കണേ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ അല്ലെങ്കിൽ രാവിലെ മേടിക്കലാട്ടിയും ഒക്കെ അടിച്ചോരി സെറ്റാക്കി വെച്ചതാ. ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കണ്ടേ.
ഇങ്ങനെ ഇരിക്കണമൊക്കെ ഇതിങ്ങനെ ഇടക്ക് അതിന് ശേഷം തന്നെ പണി ഇടക്കിടക്ക് ഇങ്ങനെ വൃത്തിയാക്കുക. കാരണം ഇവനക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. വെള്ളം കമിഴ്ത്തി കളയുക, ചോറൊക്കെ കൊടുത്ത് ഇങ്ങനെ എറിയിക്കുക. എന്താ നല്ല കുറേ എൻ്റെ ചീത്തടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അതിലൊരു മാറ്റമില്ല. അപ്പം എല്ലാവരും പറഞ്ഞിട്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് വലുതായി അവനക്ക് ബോധം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കളഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ അവൻ എന്താ വെച്ചാലേ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുളുക. അപ്പം അങ്ങോട്ട് പ്രാന്ത് പിടിച്ച്. മറ്റേത് പിന്നെ ഇടക്കള ഉരുളും കൂടി ചെയ്ത പ്രാന്തമില്ല മനുഷ്യന്. ബാക്ക് 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 ബാക്ക്. പിന്നെ ചെറുപ്പം മുതലേക്ക് ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കാനൊന്നും ഇവനെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല കേട്ടാ. കാരണം ഇവൻ്റെതായ രീതിയിൽ ഇങ്ങനെ കളിച്ചോളും. പക്ഷെ എന്താ പ്രശ്നം വിചാരിച്ച് ചാറിൽ മറിയിൽ കണ്ണ് തെറ്റുമ്പോൾ തെങ്ങടിൽ ഓടൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കിച്ചണിൽ വന്നിട്ട് അവനെടുക്കണം, അവനെടുത്ത് പണിയെടുക്കണം, ഇല്ലെങ്കിൽ കരഞ്ഞ് അലമ്പുണ്ടാക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടാ. അതെന്താണോ ചെറുപ്പം മുതൽ അവനെ കൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് കളിക്കേണ്ടത് ഞാൻ പോയി ചെന്ന് നോക്കുമ്പോഴത്തേനും ബാത്റൂമിൽ ഓടിപ്പോയി വെള്ളമൊക്കെ തുറന്ന് തലയിലൊക്കെ ആകെ വെള്ളമാക്കി വെച്ചേക്കുക. അപ്പോൾ ഇക്ക അങ്ങോട്ട് പ്രാന്ത് പിടിച്ചിട്ട് കുറേ ചീത്തൊക്കെ ഇട്ട് ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കണം. ഇങ്ങനത്തെ കുറച്ച് കുസൃതികളുണ്ട്. അങ്ങോട്ടോട് ചാടാൻ മറിയുക അങ്ങനത്തെ ഒക്കെ മൂപ്പരാളിൽ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പണിയാക്കുന്നല്ലാണ്ട് അങ്ങനത്തെ ഓരോ വട്ടയുള്ള മൂപ്പരാളിൽ ഒതുങ്ങിയിരിക്കാറില്ല. 24 മണിക്കൂർ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കണം. എവിടെ പുതിയത് ഇങ്ങനെയൊക്കെ ശരിക്കും പല്ലിമ തേക്കടാ. തുപ്പ് 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 ആ തുപ്പ് തുപ്പ്. ആ മേലെ കൂടി ആക്ക്, മേലെ കൂടി. അങ്ങനെയല്ല, മേലെ വലിയ മേലെ 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 തൊല്ലിതാ. ഇവിടെ ഇവിടെ ഞാൻ തേച്ചി തേച്ച് ശരിയാവില്ല. അപ്പൊ തേക്കാനൊന്നും ആയിട്ടില്ല. അപ്പൊ ബിഗ് ബോയ് അയച്ചില്ലല്ലോ. വെച്ചേ ഇങ്ങനെ വിളിക്ക്. ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യണം വേണ്ടിയിട്ട്. പക്ഷെ ഒരു കണക്കിന് നല്ല ആട്ടും. ഇങ്ങനെ അവർ ചെയ്ത് ഇങ്ങനെ ഇതാകുമ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി വരുമല്ലോ. പക്ഷെ എന്താ പ്രശ്നം ചേച്ചി, ഇപ്പം അവർ ചെയ്യുമ്പോൾ അത്ര ക്ലീൻ ആവില്ലല്ലോ നമ്മൾ തേച്ച് കൊടുക്കണം അത്ര. അതാണ് ഞാൻ വേഗം ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നും കൂടി വൃത്തിയാക്കി തേച്ച് അങ്ങനെ കഴുകി കൊടുത്തത്. അപ്പൊ ദോശ ഇഷ്ടല്ലേ തല നനച്ചിട്ടല്ലേ തല നനഞ്ഞത് അല്ലേ? നിങ്ങളോട് നല്ല കുട്ടിയാണ്. അതേ നമ്മളില്ലേ ഇന്നലെ ഇക്കാക്കിന്റെ ഫുള്ള് ദോശ തിന്നേ. ഇക്കാക്ക് നോക്കുമ്പോൾ ഫുള്ള് ദോശ തിന്നു ഇക്കാക്ക. അപ്പൊ അതുപോലെ മമ്മ ഒരു വായ തരും, ബാക്കി ഫുള്ള് അപ്പൊ ഒറ്റക്ക് തിന്നും. എന്നിട്ട് മമ്മാട് പറഞ്ഞിട്ട് എങ്ങനെയാ തിന്നില്ലേ ഫുള്ള് തിന്നിട്ടാ മമ്മ പോരാട്ടാ. ഞാൻ അങ്ങനെ വെച്ചുകൊടുത്ത് പോയതായിട്ടൊക്കെ എന്തോ ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് വന്ന് നോക്കി നോക്കുമ്പോൾ അവനെ കാണാമല്ലോ. അവൻ ടോയ്സൊക്കെ ആയിട്ട് തോക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയേക്കണ്. ഞാൻ അടുത്തത് മാറുമ്പത്തിന് മൂപ്പരാൾ ഇറങ്ങിപ്പോയേക്കും. എന്നിട്ട് ഞാൻ വീണ്ടും പിടിച്ച് വലിച്ച് കൊടുന്ന് അവിടെ ഇരുത്തിയേക്കെടുക്കണം. ഭക്ഷണം കഴിക്കാൻ പൊതുവേ ഇഷ്ടമല്ലല്ലോ. അപ്പം പിന്നെ കിട്ടിയ താപ്പിൽ പോയേക്കുക. എന്നിട്ട് അവനൊരു കത്തിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒറ്റയ്ക്ക് കഴിക്കുക കത്തിയോടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അവർ കത്തിയോണ്ട് മുറിച്ചിട്ട് 2-3 പീസൊക്കെ തിന്നു. പിന്നെ ഫുള്ള് കളി അവനെ കത്തിയോണ്ട് ഇങ്ങനെ കളിക്കുക. ഞാൻ വന്ന് നോക്കുമ്പോൾ ശരിക്കും നോക്കി ആകെ തിന്നേക്കണ കഷ്ണം നോക്ക് കട പ്രാന്ത് പിടിച്ചിട്ട് നല്ല ചീത്തടി. ഞാൻ വീണ്ടും മെനക്കെട്ട് കൊടുക്കാതിരിക്കും. തൊട്ടിയിൽ കുടുങ്ങൊന്നുമില്ല. പുതിയ
ഞാൻ ഇല്ലെങ്കിൽ തിന്നില്ലേ ഞാൻ നടക്കുക അല്ലേ ഇപ്പം ഇവന് ഞാനിങ്ങനെ കുറുക്കില്ലേ രാഗി അതാണ് കൊടുത്തിരുന്നത്. അപ്പം നമ്മളിങ്ങനെ 3 ആവാറായില്ലേ, 2:30 കഴിഞ്ഞ് ഇനിയും രാഗി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒരു പരിചയം ഉണ്ടാവില്ലല്ലോ. സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല വെച്ച് ഞാൻ ഇപ്പോൾ 2 ആഴ്ച നിർത്തിയിട്ട് ഇങ്ങനെ കടികൾ, ബനാന, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അവനെന്താ കാര്യം, അവനക്കൊന്നും വേണ്ട. പക്ഷെ അമ്മയ്ക്ക് മറ്റേതാകുമ്പോൾ ഇങ്ങനെ വയറ് നിറയും, ഇതാകുമ്പോൾ അറിയില്ല. പക്ഷെ നിറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതൊക്കെ തിന്ന് പഠിച്ചാൽ കുട്ടികൾക്ക് ഇതാവുള്ളൂ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തുണിയൊക്കെ മടക്കാൻ അങ്ങോട്ട് വന്നു. ഇതൊക്കെ കുറച്ചൊക്കെ തീറ്റിച്ച് എന്നല്ലാണ്ട് ഫുള്ളൊന്നും തിന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിരുന്നിട്ട് ഐബുവിന് ഫീഡിങ് എപ്പോഴാണ് നിർത്തിയെന്ന്. ഐബുവിന് മാർച്ചിക്കാണ് 2 വയസ്സായത്. 2 വയസ്സ് കഴിഞ്ഞ് നോമ്പൊക്കെ കഴിഞ്ഞ് ഒരു 2.15 ആകുമ്പോൾ ഫീഡിങ് നിർത്തിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നെന്തോ കഴിക്കുന്ന വേപ്പിൻ്റെ എന്തോ തേച്ച് കാണിച്ചപ്പോൾ അവന് കയ്പ്പ് എന്നുണ്ട് ഈ അപ്പിന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അങ്ങനെ വന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ അവനക്ക് ഉറങ്ങാൻ അങ്ങനെ പാല് കുടിച്ച് ഉറങ്ങുന്ന ആളായിരുന്നു, ഭയങ്കര അഡിക്റ്റ് ചെയ്യുന്ന ഉറങ്ങുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഉച്ചക്കായാലും നൈറ്റ് ആയാലും ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലാണ്ട് സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് അവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവന് കളിയും കാര്യങ്ങളായിട്ട് രാവിലെ മൊത്തം പോകുന്നതുകൊണ്ട് എൻഗേജ്ഡ് ആവുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. കണ്ട ചാടി കളിക്കണമൊക്കെ ഞാൻ തുണികൾ മടക്കി വെക്കുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നേ, പൊരിച്ചലാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മളങ്ങനെ പകലൊന്നും അവനക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉറങ്ങാൻ വേണ്ടി ഉച്ചയ്ക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല കരച്ചിലും സങ്കടം എന്ന് പറഞ്ഞാൽ കരച്ചിൽ, ബഹളം, സങ്കടം അങ്ങനെ. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ സങ്കടം തോന്നി. പക്ഷെ നമ്മളങ്ങനെ സങ്കടം തോന്നിയിട്ട് നമ്മൾ വീണ്ടും കൊടുക്കുക വെച്ചാൽ പിന്നെ അവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉമ്മ കാര്യത്തിലൊക്കെ കുറച്ച് ബോൾഡായിട്ട് ഉമ്മ പറഞ്ഞ് നമുക്ക് എത്ര സങ്കടം തോന്നിച്ചാൽ നമ്മൾ പിടിച്ചേക്കുക, നമുക്ക് മാറ്റണമെങ്കിൽ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഉമ്മയൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആക്കിയിട്ടാ അങ്ങനെ. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ 2-3 ദിവസം ഉച്ചക്കത്തെ ശരിയായി. പക്ഷെ നൈറ്റൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഉമ്മ ഉള്ളതുകൊണ്ട് ഒരാഴ്ചത്തോളം ഉമ്മക്ക് ഉറങ്ങാണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇവനായിട്ട്. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചത്തോളമൊക്കെ ഇവനായിട്ട് ബുദ്ധിമുട്ടിയുണ്ട്. അന്ന് സെറ്റായി വരെ ഉറക്കത്തിൻ്റെ എന്നും കരച്ചിൽ, ഇവൻ അട്ടാതിച്ച് കരച്ചിലും ബഹളവും. ഉമ്മാനെ സമ്മതിക്കണം, ഉമ്മ ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നുള്ള അവസ്ഥയ്ക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയായിരുന്നു. ഉച്ചക്കും രാത്രിയൊക്കെ ഉറക്കണ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഉറങ്ങുമ്പോൾ മാത്രം. അതേ സമയത്ത് അങ്ങനെ അവന് ചോദിച്ചിരുന്നു. ഫസ്റ്റ് 2 ദിവസം ഇങ്ങനെ ചോദിച്ചെന്നല്ലാണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഫീഡിങ്ങിൻ്റെ. പിന്നെ അതുപോലെ ചോദിച്ചിരുന്ന ഐബുവിനെ സംസാരിച്ചു തുടങ്ങിയത് എങ്ങനെ നല്ലോണം സംസാരിക്കണമെന്നൊക്കെ. അവന് ഒരു 1.25 ആവണാട്ടി മുമ്പ് ഇങ്ങനെ ഓരോ വേർഡ്സ് പറഞ്ഞു തുടങ്ങിയത്, ഉമ്മ, പപ്പ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് 1.5 ഇങ്ങനെ കൂട്ടി പറഞ്ഞു തുടങ്ങി. 1.25, 2 ആവുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ പോലെ നല്ല ക്ലിയർ ആയിട്ട് നല്ലപോലെ കൂട്ടി വർത്താനം പറഞ്ഞു തുടങ്ങി. വർത്താനത്തിൻ്റെ കാര്യത്തിൽ എന്താണാവോ ഞാനൊക്കെ നല്ല വർത്താന കാര്യത്തിലായതുകൊണ്ട് എന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ നിന്ന സറൗണ്ടിൽ, കാരണം നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും വർത്താനം പറയില്ലേ, അതുകൊണ്ടൊരു ഫാക്ടർ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഗൾഫിലായിരുന്നെങ്കിൽ അവൻ ഇത്ര വേഗം വർത്താനം പറയുമോ എന്നൊക്കെ അറിയേണ്ടിയിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവൻ നല്ല 2 ആകുമ്പോഴത്തേനും കൂട്ടി പറയാൻ പറഞ്ഞാൽ വലിയ 3 വയസ്സൊക്കെ കുട്ടികൾ പറയണ പോലെ നല്ലപോലെ അങ്ങനെ കൂട്ടി പറഞ്ഞു തുടങ്ങിയിട്ടാ. വർത്താനം വേഗമായിട്ടുണ്ടായിരുന്നു, നല്ല ഉഷാറായിട്ട് നല്ലപോലെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡൈപ്പറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഡൈപ്പർ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉച്ചക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ചേഞ്ച് ചെയ്ത കാര്യം അത്. ഇവിടെ വന്ന് പിറ്റേ ദിവസം മുതൽ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഡേ ഡൈപ്പർ അങ്ങോട്ട് ഒഴിവാക്കി. അതായത് രാവിലെ എണിച്ചവൻ കുറച്ച് കഴിഞ്ഞ് ഇതാക്കി കഴിഞ്ഞ് ഞാൻ ഡൈപ്പർ ഒഴിവാക്കും, കുളിപ്പിച്ച് കഴിഞ്ഞ് ഡൈപ്പർ ഒഴിവാക്കും. പിന്നെ രാവിലെ ഒന്നും ഇട്ട് കൊടുക്കുകയില്ല. നൈറ്റ് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. നൈറ്റിന് പതിയെ ഒഴിവാക്കണം. പക്ഷെ നൈറ്റ് ഒഴിവാക്കുക എന്താ വെച്ചാൽ അവന് ഇപ്പോഴും ഉറക്കം സെറ്റായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് എണിക്കുവേ. അപ്പം നൈറ്റ് ഞാൻ ഡൈപ്പറും കൂടി ഒഴിവാക്കി. പിന്നെ അപ്പോൾ ഞാൻ ഉറക്കമൊന്ന് കംപ്ലീറ്റ്ലി ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങിയിട്ട് അതൊന്ന് ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് നൈറ്റിക്കത്തെ കാര്യം കേട്ടോ. ഭ്രാന്തിൻ്റെ അംശ ഏനേത് ഇപ്പോൾ ഏനേത് ഏനേത് അപ്പോൾ അവന് ആകെ പ്രശ്നം വെച്ചാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, ഇങ്ങനെ ചാടി ഇരിക്കേ ഇല്ല ഒരു ഭാഗത്ത്. അവിടെ ചാടി പഠിച്ചാൽ അപ്പം ഞങ്ങളിങ്ങനെ ക്രയോൺസ് ഇതൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഇരുത്തി പഠിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് കളർ അടിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പത്തിന് ചെമ്മരുമ്പക്ക് കളർ അടിക്കാൻ പോയി. അപ്പം ഞാൻ ഓരോന്ന് കിക്ക് അങ്ങനെ വരയ്ക്കാറൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ വരച്ചിട്ട്, ശ്യാമയൊക്കെ ആണെങ്കിൽ നല്ലോണം വരക്കും, അവർക്ക് എത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നൊക്കെ വരച്ചിട്ട് അങ്ങനെ അവൻ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ നോക്കി. ഇരിക്കുന്നൊക്കെ ഉച്ചക്ക് കാച്ച് വലിയ പണിയില്ല, ഇന്നലത്തെ ഫുഡൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ.
അങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷെ അവനിക്ക് ഉറപ്പായിരുന്നു അവൻ അത്ര നേരം ഒന്നും ഇരിക്കൂല, അവനക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല, അവനക്ക് ചാടി ഓടി കളിക്കണം. പെയിന്റ് അടിക്കാൻ പറഞ്ഞാൽ സൂപ്പർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതുക്കത്തിലെ അമ്മായി എന്ന രീതിയിൽ ഒരു 10 മിനിറ്റ് അതായിട്ടിരുന്നു. പിന്നെ അപ്പത്തിനും അവൻ കണ്ട ചാടി, അതാണ് അവനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അവൻ അവൻ്റേതായ രീതിയിൽ അങ്ങനെ ചാടി ഓടി നമുക്ക് വലിയ ഉപദ്രവമില്ലാണ്ട് നമ്മളെ കുക്കിങ്ങിനൊന്നും പണിയില്ലാണ്ട് അങ്ങനെ കളിച്ചോളൂ. പക്ഷെ എനിക്ക് എന്താ പേടി വിചാരിച്ചാൽ ഇവനിക്ക് ഒരിക്കൽ തന്നെ സ്റ്റിച്ച് ഉണ്ട് നെറ്റീമ വീണിട്ടേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര ഇങ്ങനെ ചാട് ഓടലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ എടുത്തോടണ്ടേ ഹോസ്പിറ്റലിലേക്ക്, ആ ഒരു കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇതുപോലെ ഫോണ്, റിമോട്ട്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോളൂ. അതൊക്കെ എറിഞ്ഞ് നമുക്ക് പണിയാക്കുന്നല്ലാണ്ട് നമ്മളങ്ങനെ കുക്കിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ആ ഒരു കാര്യത്തിൽ അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് അവൻ്റേതായ ലോകത്ത് കളിച്ചോളൂ. പക്ഷെ ആ കാര്യത്തിൽ പേടി ഇങ്ങനെ എറി ചാടൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി മാത്രമല്ലോ. പിന്നെ അങ്ങനെ ഉച്ചക്കൊക്കെ ആയിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ഫുഡ് കൊടുക്കുക ഇപ്പോഴും കഞ്ഞി മാറ്റിയിട്ടില്ല, ഇനി കഞ്ഞി മെല്ലെ മാറ്റി ചോറ് കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ അവനക്ക് പാത്രത്തിലൊക്കെ ചോറ് ഇട്ട് കൊടുത്തിരുന്നു. പക്ഷെ അവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ 2-3 വായ തിന്നിട്ട് എറിയണേ. മെസ്സാക്കിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ എറിഞ്ഞ ആകെ അങ്ങോട്ട് തിന്നണില്ല. ഇപ്പം തിന്നിട്ടിങ്ങനെ മെസ്സായി തിന്നിട്ട് എറിയച്ച് കുഴപ്പമില്ല, ഇങ്ങനെ തിന്നാണ്ട് എറിഞ്ഞ് കളിക്കുക. അപ്പം അതാണ് ഇങ്ങനെ രാവിലത്തെ കുറുക്ക് മാറ്റിയ പോലെ മെല്ലെ ഇനി കഞ്ഞിയൊക്കെ മാറ്റി ചോറും കറി ഉപ്പേരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ തിന്ന് മീനൊക്കെ ഒറ്റക്ക് തിന്നുന്നുണ്ട്. മീൻ നല്ല ഇഷ്ടം, മീൻ ഇങ്ങനെ പൊരിച്ച ഒറ്റക്ക് തിന്നും. അതുപോലെ ചിക്കൻ തിന്നും, ബീഫ്, അങ്ങനത്തെ മുട്ടൊക്കെ തിന്നുന്നുണ്ട്. ഇതിപ്പോൾ ഗൾഫിൽ വന്നതിന് ശേഷം ആ ഒരു മാറ്റമുണ്ട്, അതൊക്കെ ഇങ്ങനെ തിന്നു തുടങ്ങിയിട്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് ഇപ്പോൾ ഗൾഫിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിന്നു തുടങ്ങിയിട്ട്. ഇപ്പോൾ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഞങ്ങളിങ്ങനെ 3 കോഴ്സ് മീൽ കംപ്ലീറ്റ് ആയിട്ട് തിന്നു തുടങ്ങിയിട്ടില്ല. അപ്പം അതൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതാ ഞങ്ങൾ ഇന്നലെ ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പറഞ്ഞ ബീഫിന് ഒരു പൊതിയും കൂടി ഉണ്ടായിരുന്നിട്ട് ഒരു വട്ടം കറി വെച്ച്, ഒരു വട്ടം ഇതുപോലെ തന്നെ മുരിപ്പിച്ച്. അപ്പം ഉമ്മ ഇതുപോലെ ബിരിയാണിയിലെ കഷ്ണങ്ങൾ സെപ്പറേറ്റ് ആക്കി ഇത് ബിരിയാണി വെച്ച്. പിന്നെ അവൻ്റെ ഇനി സെറ്റാക്കുള്ള കാര്യങ്ങൾ ഡൈപ്പറിൻ്റെ ചോദിച്ചിരുന്നല്ലോ, അവന് മറ്റേ ഇത് മാത്രം സെറ്റായിട്ടില്ല. ഇപ്പോഴും നമ്മൾ പൂപ്പ് ചെയ്യുമ്പോൾ അവന് കണ്ട ബാത്റൂമിൽ പോയി തീരെ അവനക്ക് സെപ്പറേറ്റ് ക്ലോസറ്റൊക്കെ വെക്കണതുണ്ട്. പക്ഷെ അത് ചെയ്യില്ല, ഇങ്ങനെ ഈ കാലം ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്നെ ചെയ്യുള്ളൂ. അതിങ്ങനെ മാറ്റാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ബാത്റൂമിലെ ക്ലോസറ്റിൽ കൊണ്ടുപോയിട്ട് ഓടും. അത് ഇനി എങ്ങനെ മാറ്റി, നിങ്ങളൊക്കെ എങ്ങനെ കുട്ടികളെ മാറ്റി, നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും സെറ്റാക്കും. പക്ഷെ അതിൻ്റെ കാര്യത്തിൽ മാത്രം ഇപ്പോഴും അവന് ഭയങ്കര എന്താണ് അവനക്ക് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടെന്ന് അറിയില്ല, തീരെ ഇറങ്ങി ഓടി എത്ര വട്ടം പിടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയോ, ഭയങ്കര സീനത്. അത് നിങ്ങൾക്ക് കാര്യത്തിൽ ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ മാത്രം അപ്പോൾ ഞാൻ രാവിലെ അവനൊന്ന് പൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഡൈപ്പർ മാറ്റി, പിന്നെ കുളിപ്പിച്ചത്, പിന്നെ ഡൈപ്പർ ഇടില്ല. പിന്നെ രാത്രി അപ്പോൾ ഡൈപ്പറിൻ്റെ കാര്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനത് പറഞ്ഞിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഉറക്കം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫീഡിങ് മാറ്റിയ ശേഷം ഉറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്നൊക്കെ ഉമ്മ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സെറ്റായി വേണ്ടിയിട്ട് ഇപ്പം അധികം ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഞാനൊന്ന് തോളത്തിട്ട് 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ പാട്ട് പാടിയാകുമ്പോഴത്തേന് ഞാൻ ഉറങ്ങും. ഇല്ലെങ്കിൽ ഷാമയക്കടെ കൂടെ ഒരുമിച്ച് കിടന്നിട്ടാണെങ്കിൽ ഷാമയക്കടെ കൂടെ കിടന്നിട്ട് അങ്ങനെ ഇതാക്കി ഉറങ്ങും. ഇപ്പം അങ്ങനെ അലമ്പാക്കണില്ല. ആദ്യത്തെ കുറച്ച് അലമ്പാക്കി, ഇവിടെ വന്നിട്ട് ആദ്യം കുറച്ച് അലമ്പാക്കിന് ഉറങ്ങണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പം അവന് ഒരാഴ്ചയായിട്ട് സെറ്റായി വേണ്ടി ഞാൻ അതുപോലെ തന്നെ പോയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നൈറ്റ് കുറച്ച് പണിയായിട്ട് നൈറ്റ് അവന് ഞങ്ങളെ കൂടെ ചാടി മറിഞ്ഞ് അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒരു 11 ആകുമ്പോഴത്തേനും ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ വീക്കെൻഡൊക്കെ വീണ്ടും ഒരു 1 ആവും. 1 ആകുമ്പോൾ വീക്കെൻഡിൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാ ദിവസവും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നൈറ്റിക്കത്തെ റുട്ടീനൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ വരണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ പതിയെ ഞാനിങ്ങനെ കുട്ടിയുടെ കാര്യം ഓരോന്ന് മാറ്റി വരട്ടെ. പെട്ടെന്ന് മാറ്റുമ്പോൾ അവർക്കായാലും നമുക്കായാലും ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ പതിയെ മാറ്റിക്കൊണ്ടിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതാ ഉറക്കി സെറ്റാക്കിയിട്ട് ഞാൻ അങ്ങനെ മെല്ലെ പോന്നേക്ക് കേട്ടോ. അപ്പോൾ അവന് കളിക്കെങ്കിലും കളിച്ച് കഴിഞ്ഞാലുള്ള പണി കണ്ടാതാ ആകെ ഹോള് ഭയങ്കര മെസ്സാവും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടണമെങ്കിൽ. പക്ഷെ അത് കുഴപ്പമില്ല, അവർ കുട്ടികൾ കളിച്ചിട്ടല്ലേ, കളിക്കാണ്ട് ഇങ്ങനെ ഇതായിട്ടില്ലല്ലോ, കളിക്കണമല്ലോ. കുട്ടികൾ അവരേതായ രീതിയിൽ ഇങ്ങനെ കളിക്കുകയും ചെയ്യും, നമ്മളെ ഹാപ്പിയാണ്. ഇപ്പോൾ ഇതുപോലെ ഇവർ കളിക്കുകയും ചെയ്യും. അപ്പുറത്ത് കുട്ടിയുണ്ട്, അവൻ്റെ അടുത്ത് പോയി കുറേ നേരം കളിക്കും. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അവനും ചെറിയ കുട്ടി. അപ്പോൾ ടോയ്സ്, ഇൻ്റെ ടോയ്സ്, എൻ്റെ ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കുട്ടികളെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവില്ല. അത്
ഇപ്പം എനിക്കിങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ ഇന്ന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല കേട്ടോ. പക്ഷെ അത് ചില ദിവസങ്ങളിൽ നമുക്ക് വീട്ടുപണിയും എല്ലാം കൂടിയായിട്ട് അവങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വലിച്ചിടലും വെള്ളം കളയലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചില സമയം പ്രാന്ത് പിടിക്കൂട്ടാ. അങ്ങനെ തോന്നിയിട്ട് ചീത്ത പറഞ്ഞ ദിവസങ്ങളുണ്ട്. എല്ലാ ദിവസം മോമി ലൈഫ് ഒരേപോലെ ആവണമെന്നില്ല. പിന്നെ അതുപോലെ ഞാൻ അങ്ങനെ ഇപ്പം ചീത്ത പറയലൊക്കെ കുറവാട്ടെ. ഇപ്പം ഇങ്ങനെ ഫുഡ് കഴിക്കാത്തതിന് ചീത്ത പറയുന്നില്ലാണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇങ്ങനെ കുറുമ്പും കുസൃതിയൊക്കെ അവർക്ക് ഈ ടൈമിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബോധം വന്നു കഴിഞ്ഞാൽ അവരതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇപ്പം ഈ ടൈമിൻ്റെയാണ് ഈ പൊരിച്ചിലതൊക്കെ. പിന്നെ അത്ര അക്രമമായിട്ട് ഇങ്ങനെ കാട്ടാച്ചെങ്കിൽ ചീത്ത പറയും, അതിൻ്റെ ഉള്ളൊക്കെ ചീത്ത പറയും. അല്ല ചെറുതിനൊക്കെ ഞാൻ ഇപ്പം അങ്ങനെ കാര്യമാക്കാറില്ല കേട്ടോ. പക്ഷെ മദർഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ജേണി ആട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും ഞങ്ങൾ ഷാമയോട് പറയുമായിരുന്നു, ഇവരില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു. കാരണം നമ്മളെല്ലാ ദിവസവും ഒരേപോലെ ശരി അവരുള്ളപ്പോൾ നമുക്ക് നമ്മളേതായ സമയം കിട്ടില്ല, ഫുള്ള് ബിസിയാകും, ഇവർ പിന്നാലെ ഓടും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ഇവരില്ലെങ്കിൽ എന്തോ ഒരേപോലെയല്ലേ. ഇപ്പോൾ ഇവരുള്ളപ്പോഴാണ് ഇവൻ്റെ കളിയും ചിരിയും വർത്താനം ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. അതിങ്ങനെ എൻജോയ് ചെയ്യുന്നേ വേണം. അതൊരു വേറൊരു മൂഡാട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി എല്ലാതും എൻ്റെ കുറച്ച് ഞാൻ പതിയെ മെല്ലെ ഓരോന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. കുറേ കാലം ചോദിച്ചിരുന്നു ഇവിടെ വന്നിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാരണം ഞാൻ കൂടുതൽ ഈ നാട്ടിലൊക്കെ ഉമ്മാനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫുള്ള്. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവനെ നോക്കി ലൈഫൊക്കെ മുന്നോട്ട് പോകണ്ടേ. അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ സെറ്റാക്കി ഒറ്റയ്ക്ക് നോക്കി കുഴപ്പം. ചില ദിവസങ്ങളിൽ ചൂടാവും, ദേഷ്യം വരും. ചില ദിവസങ്ങളിൽ അങ്ങനെ ആയിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഞാൻ വിചാരിക്കണത്. പണ്ടത്തെ ഞങ്ങൾക്കാളൊക്കെ കുറച്ചും കൂടി ക്ഷമ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കുട്ടികളെ കാര്യങ്ങളായിട്ട്. അപ്പം അങ്ങനെ അവ ഉറങ്ങിയൊക്കെ എണിച്ച് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത വീട്ടിൽ 2 ചെക്കന്മാരുണ്ട് കേട്ടോ. ഇവരെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരായിട്ട് കുറേ നേരം ഇങ്ങനെ കളിക്കും. അങ്ങനെ ആകുമ്പോൾ അവനിക്കും നേരം പോക്കാണല്ലോ. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കളിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തല്ലൂടെങ്കിലും നല്ല രസകരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഇവരായിട്ട് കളിക്കാനിടയിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തിന്നുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് നൈറ്റ് ആട്ടോ. പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ കിട്ടില്ല. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ ഇതുപോലെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ 3 കൂടി അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ആയിട്ട് ഉറക്കുക. ഞങ്ങൾ നേരത്തെ ഒരു 10:30 ഒക്കെ ആകുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് റൂമിൽ കിടക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുകയും ചെയ്യാം. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള. അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം. നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. ടാറ്റാ ബൈ, സീ യു.